നാഷൻ ന്യൂസ് ലൈവ്, സത്യം, ചരിത്രം, വർത്തമാനം. ദ റിയൽ സ്റ്റോറി ചർച്ച ചെയ്യുന്നു ദി മോസ്റ്റ് ഫിയർലെസ് മാൻ, ഏറ്റവും ഭയമില്ലാത്ത മനുഷ്യൻ. ആ സൈനികനെ ഇന്ത്യയുടെ മുൻ സൈനിക മേധാവി ജനറൽ ബിപിൻ റാവത്ത് വിശേഷിപ്പിച്ചത് ഈ വാക്കുകൊണ്ടാണ്. കാശ്മീരിലെ പുൽവാമയിൽ തീവ്രവാദികളെ കീഴടക്കാനുള്ള ദൗത്യത്തിനിടെ ഗുരുതരമായി പരിക്കേറ്റ് തീവ്രപരിചരണ വിഭാഗത്തിൽ കഴിയുകയായിരുന്ന അദ്ദേഹത്തെ കാണാനെത്തിയതായിരുന്നു ജനറൽ ബിപിൻ റാവത്ത്. ലഫ്റ്റനന്റ് കേണൽ ഋഷി രാജലക്ഷ്മി എന്നായിരുന്നു മലയാളിയായ ആ ധീര ജവാന്റെ പേര്. രാജ്യത്തിന്റെ മുഖം സംരക്ഷിക്കാനായി തന്റെ മുഖം അക്ഷരാർത്ഥത്തിൽ ബലി കൊടുത്ത പോരാളിയാണ് ലഫ്റ്റനന്റ് കേണൽ ഋഷി. പക്ഷേ തീവ്രവാദികളുടെ വെടിയുണ്ടകൾക്ക് ഋഷിയിലെ പോരാളിയെ തളർത്താനായില്ല. പരിക്കുകൾ ഭേദമായ ഉടൻ തന്റെ സൈനിക ജീവിതത്തിലേക്ക് അദ്ദേഹം തിരികെ എത്തി. ഉരുൾപൊട്ടൽ മുറിപ്പെടുത്തിയ വയനാട്ടിലെ ചുരൽമല മുണ്ടക്കൈ മേഖലയിൽ സൈന്യത്തിന്റെ നേതൃത്വത്തിൽ നടത്തിയ രക്ഷാപ്രവർത്തനത്തിൽ ലഫ്റ്റനന്റ് കേണൽ ഋഷി സജീവമായിരുന്നു, ആ മുഖാവരണം ധരിച്ചുകൊണ്ട്. എഞ്ചിനീയറിംഗ് ബിരുദധാരിയായ ഋഷി KSEBയിലെ ജീവനക്കാരനായിരുന്നു. പിന്നീട് എയർ ഇന്ത്യയിൽ ജോലി കിട്ടി. പക്ഷേ സൈനികനാകണമെന്ന അടങ്ങാത്ത അഭിനിവേശമാണ് അദ്ദേഹത്തെ ഇന്ത്യൻ ആർമിയിൽ എത്തിച്ചത്. അത് വെറുമൊരു സ്വപ്നമായിരുന്നില്ല, മറിച്ച് സമർപ്പണമായിരുന്നുവെന്ന് അദ്ദേഹം ജീവിതം കൊണ്ട് തെളിയിച്ചിരിക്കുന്നു. തന്റെ രാജ്യത്തെ പൗരന്മാരെ ശത്രുക്കളിൽ നിന്ന് സംരക്ഷിക്കുക മാത്രമല്ല, അവർക്കൊരാപത്ത് വരുമ്പോൾ കൈത്താങ്ങാവുകയും തന്റെ ചുമതലയാണെന്ന് ഉറച്ച ബോധ്യത്തിലാണ് ലഫ്റ്റനന്റ് കേണൽ ഋഷിയെ വയനാട്ടിലെത്തിച്ചത്. ഉരുൾപൊട്ടൽ തകർത്ത മുണ്ടക്കൈ ചൂരൽമല മേഖലയിലെ സൈന്യത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിച്ചുകൊണ്ട് ലഫ്റ്റനന്റ് കേണൽ ഋഷി പറഞ്ഞത് ജന്മനാടിന് തിരികെ നൽകാൻ കഴിയുന്ന സേവനമാണ് താൻ വയനാട്ടിൽ ചെയ്യുന്നത് എന്നായിരുന്നു. ഞാൻ മലയാളിയാണ്, കേരളം ഞാൻ ജനിച്ച നാടാണ്, ഇതാണ് എന്റെ നാടിനു വേണ്ടി എനിക്ക് ചെയ്യാൻ കഴിയുക എന്ന മികച്ച കാര്യം കൂടി ഋഷി പറഞ്ഞു. ജന്മനാടിനോടുള്ള സ്നേഹം അദ്ദേഹത്തിന്റെ ഓരോ വാക്കിലും തുളുമ്പി നിൽക്കുന്നുണ്ട്. അങ്ങനെ താൻ സ്നേഹിക്കുന്ന രാജ്യത്തിനു വേണ്ടിയാണ് 2017 മാർച്ച് 4 ആ ദൗത്യത്തിനായി ലഫ്റ്റനന്റ് കേണൽ ഋഷിയും സംഘവും പുറപ്പെട്ടത്. ആ ദൗത്യത്തിന്റെ പേരാണ് ഓപ്പറേഷൻ ത്രാൽ. എന്താണ് ഓപ്പറേഷൻ ത്രാൽ? തെക്കൻ കാശ്മീരിലെ പുൽവാമ ജില്ലയിലെ ത്രാൽ മേഖല, മെക്കനൈസ്ഡ് ഇൻഫാൻട്രി 42, രാഷ്ട്രീയ റൈഫിളിലെ IC 72692W മേജർ ഋഷി ഗ്രാമീണർക്കായുള്ള മെഡിക്കൽ ക്യാമ്പിലായിരുന്നു. തീവ്രവാദികൾ ഗ്രാമത്തിലെ ഒരു മരപ്പണിക്കാരന്റെ വീട്ടിൽ കയറിയിട്ടുണ്ടെന്നും അവരെ കീഴടക്കണമെന്നുമുള്ള ഉത്തരവ് മേജർ ഋഷിക്ക് തന്റെ മേലുദ്യോഗസ്ഥരിൽ നിന്ന് ലഭിക്കുന്നു. ഉടൻ ക്യാമ്പ് അവസാനിപ്പിച്ച് അദ്ദേഹം പുറപ്പെടുന്നു. ഋഷിയുടെ നേതൃത്വത്തിലുള്ള സൈനിക സംഘം ത്രാലിലെത്തി. പാറകൾ നിറഞ്ഞ പ്രദേശത്ത് ഏറെ ഉയരത്തിലുള്ള 3 നില വീടായിരുന്നു അവരുടെ ലക്ഷ്യം. അടുത്ത് മറ്റു ചില വീടുകളുമുണ്ട്. അതീവ ദുഷ്കരമാണ് ദൗത്യമെന്ന് മനസ്സിലാക്കുന്നു. പക്ഷേ പിന്മാറാൻ മേജർ ഋഷി തയ്യാറായില്ല. സൈനികർ സമീപത്തെ വീടുകളിലുള്ളവരെ ഒഴിപ്പിക്കുന്നു. ലോക്കൽ പോലീസിനൊപ്പം എത്തി വീട് വളഞ്ഞ സൈന്യം ഉടൻ തീവ്രവാദികളോട് കീഴടങ്ങാനായി ആവശ്യപ്പെടുന്നു. എന്നാൽ വീട്ടിൽ നിന്ന് പ്രതികരണമുണ്ടാവുന്നില്ല. കീഴടങ്ങിയില്ലെങ്കിൽ തങ്ങൾ ആക്രമിക്കുമെന്ന് ഒരു വട്ടം കൂടി മുന്നറിയിപ്പ് നൽകിയതോടെ വീട്ടുകാർ പുറത്തേക്കോടി. തീവ്രവാദികളിൽ നിന്ന് യാതൊരു പ്രതികരണവും ഉണ്ടാകാതിരുന്നതോടെ സൈന്യം അടുത്ത നീക്കത്തിലേക്ക് കടന്നു. ചെറിയൊരു മോർട്ടാർ ആക്രമണം, അതിലൂടെ വീടിന്റെ ഒരു ഭാഗത്ത് തീപിടിച്ചു. എന്നാൽ തീവ്രവാദികളിൽ നിന്നും അപ്പോഴും പ്രതികരണമൊന്നും ഉണ്ടായില്ല. ഇതോടെ തീവ്രവാദികളെ ജീവനോടെ പിടിക്കാനുള്ള തീരുമാനം മേജർ ഋഷിയും കൂട്ടരും മാറ്റി. സ്ഫോടനത്തിലൂടെ വീട് തകർത്ത് തീവ്രവാദികളെ കാലപ്പുരിക്കയക്കുക, ഇതായിരുന്നു തീരുമാനം. അതിനായി വീടിനുള്ളിൽ സ്ഫോടക വസ്തുക്കൾ സ്ഥാപിക്കണം. അകത്ത് കയറി ആര് ആ ദൗത്യം നിർവഹിക്കുമെന്ന കാര്യത്തിൽ സംശയമൊന്നും ഉണ്ടായിരുന്നില്ല. എന്നെ മറികടന്നു മാത്രമേ വെടിയുണ്ട നിങ്ങളിലെത്തൂ എന്ന് തനിക്കൊപ്പമുള്ള സൈനികരോട് എല്ലായ്പ്പോഴും പറയുന്ന മേജർ ഋഷി തന്നെ ആ ദൗത്യം ഏറ്റെടുത്തു. 10 കിലോഗ്രാമോളം IEDയുമായി അദ്ദേഹം വീടിനകത്തേക്ക് ചുവടുവെച്ചു. പിന്നീട് മുഖം തകർത്ത വെടിയുണ്ടകളുടെ കഥ. തനിക്കു നേരെ ആക്രമണം പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെയാണ് ആ ധീര സൈനികൻ നിർഭയനായി വീടിനകത്തേക്ക് കയറിയത്. അകത്തെത്തിയ ഋഷി IED സ്ഥാപിച്ചു. ഉടൻ അത് സംഭവിച്ചു. മുകൾ നിലയിൽ നിന്നാണ് വെടിയുണ്ടകൾ ചീറിപ്പാഞ്ഞെത്തിയത്. 3 വെടിയുണ്ടകളാണ് ഋഷിക്കു നേരെ ചീറിപ്പാഞ്ഞു വന്നത്. ആദ്യ വെടിയുണ്ട ഹെൽമെറ്റിൽ തട്ടിത്തെറിച്ചു. അടുത്തത് ഋഷിയുടെ മൂക്കാണ് തകർത്തത്. താടിയെല്ല് തകർത്തുകൊണ്ട് മറ്റൊരു വെടിയുണ്ടയും എത്തി. മാംസം ചിതറി രക്തം പ്രവഹിച്ചു. മേജർ ഋഷിയുടെ മുഖം തകർന്നിരിക്കുന്നു. ആക്രമണത്തിന്റെ ശബ്ദം കേട്ട് മറ്റ് സൈനികർ അകത്തേക്ക് എത്തുന്നത് അവർക്ക് ആപത്താണെന്ന് ഋഷി മനസ്സിലാക്കുന്നു. ഉടൻ തന്റെ കൈവശമുള്ള AK-47 ഉപയോഗിച്ച് പ്രത്യാക്രമണം നടത്തുകയും തുടർന്ന് പുറത്തേക്ക് നീങ്ങുകയും ചെയ്തു. ഇഴഞ്ഞാണ് അദ്ദേഹം നീങ്ങിയത്. ദൂരെ നിന്നു തന്നെ കണ്ട സൈനികർ അദ്ദേഹത്തിനടുത്തേക്ക് ഓടിയെത്തി. അദ്ദേഹത്തെ അവിടെ നിന്ന് കൊണ്ടുപോയി. ത്രാലിൽ നിന്ന് 30 കിലോമീറ്ററിലേറെ ദൂരം താണ്ടിയാണ് മേജർ ഋഷിയുമായുള്ള ആംബുലൻസ് ശ്രീനഗറിലെ ആശുപത്രിയിലെത്തിയത്. ഒരു വട്ടം പോലും കാണാൻ കഴിയാത്ത അത്ര ഭീകരമെന്ന് ഋഷിയുടെ പരിക്കേറ്റ മുഖം കണ്ട ഡോക്ടർമാർ പോലും പറഞ്ഞത്. തന്റെ പരിക്ക് കണ്ട് ഞെട്ടി നിന്ന ഡോക്ടർമാർക്ക് നേരെ കൈ ഉയർത്തി തംസപ്പ് ചിഹ്നം കാണിച്ച് അവരെ വീണ്ടും
ഋഷി ഞെട്ടിച്ചു. പ്രാഥമിക ചികിത്സയ്ക്ക് ശേഷം അദ്ദേഹത്തെ ഡൽഹിയിലെ സൈനിക ആശുപത്രിയിലേക്ക് മാറ്റി. വിദഗ്ധ ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ 23ഓളം ശസ്ത്രക്രിയകളാണ് ഋഷിയുടെ മുഖത്ത് നടത്തിയത്. പിതാവ് വേണുപ്രസാദും മാതാവ് രാജലക്ഷ്മിയും സഹോദരൻ വിനായകും ഭാര്യ അനുപമയും ഋഷിക്കൊപ്പം സദാസമയവും ഉണ്ടായത് അദ്ദേഹത്തിന്റെ തിരിച്ചുവരവിന് വേഗം കൂട്ടി. സൈനിക ആശുപത്രിയിലെ ഫിസിയോതെറാപ്പിസ്റ്റാണ് ഋഷിയുടെ ഭാര്യ ക്യാപ്റ്റൻ അനുപമ. ജീവനതുല്യം സ്നേഹിക്കുന്ന ഭർത്താവിന് ഗുരുതരമായി പരിക്കേറ്റിട്ടും തളർന്നു പോകാതെ ഡോക്ടർമാർക്കും മറ്റ് ആരോഗ്യ പ്രവർത്തകർക്കുമൊപ്പം അനുപമയും ഉണ്ടായിരുന്നു സൈനിക ആശുപത്രിയിൽ ഋഷിക്കൊപ്പം. എല്ലാ പിന്തുണയുമായി തങ്ങളുടെ സൂപ്പർ ഹീറോയ്ക്കൊപ്പം മറ്റ് സൈനികരുമുണ്ടായിരുന്നു. പരിക്കുകളെ അതിജീവിച്ചെങ്കിലും ആ മുഖം പക്ഷേ പഴയതുപോലെയായില്ല. അന്നു മുതലാണ് ഋഷി മുഖാവരണം ധരിച്ചു തുടങ്ങുന്നത്. വയനാട്ടിലെ ദുരന്തമുഖത്തെ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകുമ്പോഴും ധീരതയുടെ അടയാളമായി ആ മുഖാവരണം ലഫ്റ്റനന്റ് കേണൽ ഋഷി രാജലക്ഷ്മിയുടെ മുഖത്തുണ്ടായിരുന്നു. ആ വർഷത്തെ സ്വാതന്ത്ര്യദിനത്തിൽ ധീരതയ്ക്കുള്ള സേനാ മെഡൽ നൽകിയാണ് രാജ്യം അദ്ദേഹത്തെ അന്ന് ആദരിച്ചത്. തീവ്രവാദികളുള്ള വീട്ടിലേക്ക് സ്ഫോടക വസ്തുക്കളുമായി കയറുമ്പോൾ സ്വന്തം ജീവനെക്കുറിച്ച് ഓർത്തില്ലേ എന്ന ചോദ്യത്തിന് മറുപടി പറയാൻ ലഫ്റ്റനന്റ് കേണൽ ഋഷിക്ക് രണ്ടാമതൊന്നും ആലോചിക്കേണ്ടി വന്നില്ല. എന്റെ രാജ്യമാണ് എനിക്ക് പ്രധാനം എന്നായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി. പരിക്കേറ്റ മുഖം മറച്ചുവെച്ചതിനും ആവേശകരമായ മറുപടിയുണ്ട് ലഫ്റ്റനന്റ് കേണൽ ഋഷിക്ക്. നമ്മൾ നമ്മുടെ കുറവുകൾ മറച്ചുവെക്കുകയും കഴിവുകൾ ഉയർത്തിക്കാട്ടുകയും ചെയ്യണമെന്നാണ് അദ്ദേഹം പറയുന്നത്. ആ ജോലിയാണ് തന്റെ മുഖാവരണം ചെയ്യുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അമ്മയുടെ പേരാണ് സ്വന്തം പേരിനൊപ്പം ലഫ്റ്റനന്റ് കേണൽ ഋഷി രാജലക്ഷ്മി വിളക്കിച്ചേർത്തത്. തന്റെ അമ്മ കരുത്താണ് എന്ന് പറയുന്നു. ജോലിക്ക് വേണ്ടിയാണെങ്കിൽ സൈന്യത്തിന് ചേരേണ്ടതില്ലെന്നും രാജ്യത്തിന് വേണ്ടിയാണെങ്കിൽ മതി എന്നുമാണ് അമ്മ തന്നോട് പറഞ്ഞതെന്ന് ഋഷി പറയുന്നു. അമ്മയുടെ ആ വാക്കുകളാണ് തനിക്ക് പ്രചോദനമായതെന്നും ഋഷി അഭിമാനത്തോടെ പറഞ്ഞു. രാജ്യം ഹീറോയായി കാണുന്നുവെങ്കിലും തനിക്ക് അത്തരത്തിലൊരു പ്രത്യേകതയുമില്ല എന്ന് ഒരു സാധാരണക്കാരനെ പോലെ ഋഷി പറയുന്നു. തങ്ങൾ ചെയ്യുന്നത് ദൈനംദിന കർത്തവ്യങ്ങൾ മാത്രമാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഐക്യരാഷ്ട്രസഭയുടെ ദൗത്യത്തിന്റെ ഭാഗമായി കോങ്കോയിലും അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. ശക്തമായ ചിന്താഗതി, ദൃഢനിശ്ചയം, ലക്ഷ്യബോധം, വ്യക്തിത്വം എന്നിവയെല്ലാമുള്ള യുവാക്കളെയാണ് സൈന്യത്തിന് ആവശ്യം. ഡോക്ടർമാർ മുതൽ എഞ്ചിനീയർമാർ വരെ എല്ലാവരും അവിടെയുണ്ട്. ആരായിക്കൊണ്ടും നിങ്ങൾക്ക് സൈന്യത്തിൽ ചേരാം. പുതുതലമുറയോടായി ലഫ്റ്റനന്റ് കേണൽ ഋഷിക്ക് പറയാനുള്ളത് ഇതാണ്. പരിക്കേറ്റ മേജർ ഋഷി രാജലക്ഷ്മിയെ മാറ്റിയതിനു ശേഷം ത്രാലിലെ ആ ദൗത്യത്തിന് എന്ത് സംഭവിച്ചു? അതും നോക്കാം. ഇന്ത്യൻ സൈന്യം അന്ന് അത് വിജയകരമായി തന്നെ പൂർത്തിയാക്കി. പ്രദേശവാസിയും ഹിസ്ബുൾ മുജാഹിദീൻ അംഗവുമായ അക്വിബ്, പാകിസ്ഥാനിയായ ലഷ്കർ ഇ തോയ്ബ ഭീകരൻ സെയ്ഫുള്ള എന്നിവരാണ് ആ വീട്ടിലുണ്ടായിരുന്ന തീവ്രവാദികൾ. 15 മണിക്കൂർ നീണ്ട ഏറ്റുമുട്ടലിനൊടുവിൽ ഇരുവരെയും സൈന്യം വധിച്ചു. ദൗർഭാഗ്യമെന്ന് പറയട്ടെ, ഒരു പോലീസുകാരനും വീരമൃത്യു വരിച്ചു. ഉറിയിൽ നിന്നുള്ള പോലീസ് കോൺസ്റ്റബിൾ മൻസൂർ അഹമ്മദ് നായിക്കാണ് മരണപ്പെട്ടത്. ഇത് ഒരു പോരാട്ടത്തിന്റെ നേർക്കാഴ്ച. ഇന്ത്യൻ സൈന്യത്തിലേക്ക് യുവാക്കൾക്ക് പ്രചോദനവും ഋഷി രാജലക്ഷ്മിയുടെ ജീവിതമെന്ന് തീർച്ച. സല്യൂട്ട് ഋഷി രാജലക്ഷ്മി. നാഷൻ ന്യൂസ് ലൈവ്, സത്യം, ചരിത്രം, വർത്തമാനം.